പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം 3 പ്രാവശ്യം ഒരു സീവറിൽ ഇട്ടിട്ട് അരിച്ചെടുക്കണം. ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിൽ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയ്ക്ക് സെയിം കപ്പിൽ തന്നെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/3 കപ്പ് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ടെൻഡർ കോക്കനട്ട് കേക്ക് ആയതുകൊണ്ട് പശുവിൻ്റെ പാലല്ല നമ്മൾ ചേർക്കുന്നത്, അതിന് പകരം നാളികേരപ്പാലാണ് ചേർക്കുന്നത്. നാളികേരപ്പാൽ ചേർത്താൽ കേക്ക് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 3 പ്രാവശ്യം സീവ് ചെയ്തെടുത്തായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബീറ്റർ വെച്ച് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ എടുത്ത് അതിൻ്റെ ബേസിലും സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് ഒരു സ്ക്യൂർ കൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ട്രേ എടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഇനി സ്പോഞ്ചിൽ അപ്ലൈ ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കി എടുക്കാം. സാധാരണ നമ്മൾ കേക്കിൽ ഷുഗർ സിറപ്പാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ഇത് ടെൻഡർ കോക്കനട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ ടെൻഡർ കോക്കനട്ട് വാട്ടറും ടെൻഡർ കോക്കനട്ട് ഫ്ലഷും കൂടി ചേർത്തിട്ടുള്ള സ്പെഷ്യൽ സിറപ്പാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് കരിക്കും വെള്ളവും 2 കരിക്കിൻ്റെ ഫ്ലഷും എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലഷിൽ നിന്നും പകുതി കരിക്കും വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി കേക്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്പോഞ്ചിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫ്ലഷ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്കിൽ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ഐസിങ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇപ്പോൾ റെഡിയാക്കിയ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് ടെൻഡർ കോക്കനട്ട് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബേസ് വെച്ച് കൊടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ പീസ് കട്ട് ചെയ്തെടുത്തത് മോൾ ഭാഗം താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടെൻഡർ കോക്കനട്ട് സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ നേരത്തെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചായിരുന്ന ടെൻഡർ കോക്കനറ്റിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്ത പീസ് മോൾ ഭാഗം താഴെ വരുന്ന പോലെ വെച്ച് കൊടുത്ത് ടെൻഡർ കോക്കനട്ട് സിറപ്പ് ആഡ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ടെൻഡർ കോക്കനട്ട് പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ ലാസ്റ്റ് പീസ് മോൾ ഭാഗം താഴെ വരുന്നത് പോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലത്തെ ബട്ടർ പേപ്പർ പീൽ ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ക്രീം കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രീസറിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. 1 മണിക്കൂറിന് ശേഷം കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് സെക്കൻഡ് കോട്ട് ക്രീം മുകളിലും സൈഡിലും നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇപ്പോൾ സെക്കൻഡ് കോട്ട് ക്രീമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചായിരുന്ന ക്രീമിൽ നിന്ന് കുറച്ച് വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്ത ഗ്രീൻ കളർ ചേർത്ത് കൊടുത്ത് ബീറ്ററിൽ ഒരു ബ്ലേഡ് മാത്രം ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒരു സ്ക്യൂർ ഉപയോഗിച്ച് ഇതേപോലെ ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നോസിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കേക്ക് നല്ല ജ്യൂസിയാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റും കൂടിയാണ് ഈ കേക്ക്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം.